ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കിട്ടിയ രാവിലെ ഒരു മനസ്സിൽ വന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ബാക്കിയൊന്നും വായിക്കുന്നില്ല. ചുരുങ്ങിയ സമയമല്ലാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുങ്ങിയ സമയത്ത് കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. പത്രോസിൻ്റെ ശിഷ്യന്മാരും എല്ലാം യേശു പോയി കഴിഞ്ഞപ്പോൾ അവർ നിരാശരായി മീൻ പിടിക്കാൻ പോകാമെന്നും പറഞ്ഞ് പത്രോസ് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാരും പറഞ്ഞു ഞങ്ങളും വരുന്നുവെന്ന് പറഞ്ഞ് അവർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി രാത്രിയിലൊക്കെ അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് യേശു വന്ന് കടൽക്കര നിന്നു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ല എന്നവർ പറയുന്നു. എന്നാൽ നിങ്ങൾ വലത്തുഭാഗത്ത് വീശുക എന്ന് പറഞ്ഞു. വലത്തുഭാഗത്ത് വീശി. അപ്പോൾ പെരുത്ത മീൻകൂട്ടം കരവ് 153 മീനെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത്രയും എൻ്റെ കണക്കൂട്ടനുസരിച്ച് അത്രയും കാണത്തുള്ളായിരിക്കും കടലിൽ. അതിലെ ഓരോ എണ്ണം വെച്ച് എല്ലാ എണ്ണം വല കീറുമാറായി. പക്ഷേ കൂട്ടുകാരൊക്കെ കൂടി അവർ വലിച്ച് കരയ്ക്ക് കയറ്റി. പക്ഷേ അവിടെ ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത്, യേശു പറയുന്നു നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവാൻ. അവർ നോക്കുന്നുണ്ട് അവിടെ അടുപ്പ് കൂടുന്നുണ്ട്, അവിടെ അടയിരിക്കുന്നു, മീനിരിക്കുന്നു. നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് അവരെ മുന്നമേ കണ്ടു. അവരപ്പോഴാണ് യേശുവാണെന്നറിയുന്ന, ഗുരുവാണെന്നറിയുന്നത്. പക്ഷേ കർത്താവ് അവരെ മുന്നമേ കണ്ടു. അവരുടെ ആവശ്യങ്ങൾ, അവർ വിശന്നിരിക്കുന്നു, അവർ പട്ടിണിയാണ്, അവർ പെരുത്ത മീൻകൂട്ടം കിട്ടി, ഇനി അത് കറിയൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ സമയമെടുക്കും. പക്ഷേ കർത്താവ് മുന്നമേ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള പ്രാതലിയുടെ ഇരിപ്പുണ്ട്, അത് വന്ന് കഴിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ കർത്താവ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരട്ടെ, ഭാരങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ആത്മഹത്യയല്ല പോംവഴി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും